എല്ലാവരും അവരുടെ പരമാവധി ചിന്തിക്കണം. മാർച്ച് മാസം പകുതിക്ക് മുമ്പ് കളക്ട് ചെയ്തില്ലെങ്കിൽ രജിസ്ട്രേഷൻ നടക്കാതെ പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, ന്യായമായും. കാരണം എൻ്റെ 5 ലക്ഷം പോകും എന്നുവെച്ചാൽ അവരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എഗ്രിമെന്റിൽ. മാർച്ച് പകുതിക്കുള്ളിൽ അല്ല, മാർച്ച് 31 എന്നാണ് അവർ പറഞ്ഞത്. 15 നമ്മൾ കളക്ട് ചെയ്ത് രജിസ്ട്രേഷൻ പൈസ റെഡിയാക്കണം. നടന്നില്ലെങ്കിൽ പണം തിരിച്ചു തരുന്നതല്ല എന്ന് എഗ്രിമെന്റിൽ എപ്പോഴും എഴുതി വെച്ചു. ആരുടെ പണം? എന്റെ പണം. അതുകൊണ്ട് ഞാൻ 5 ലക്ഷം ഇട്ടു. എനിക്ക് ഇത്രേ ഇപ്പോൾ കരണീയമായിട്ടുള്ളൂ, എൻ്റെ കയ്യിൽ അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇനി നിങ്ങൾ ഓരോരുത്തരും അവരവർക്ക് തരാൻ പറ്റുന്ന സംഖ്യ ചിന്തിക്കണം. മീറ്റിങ്ങിന്റെ ലിങ്കൊന്നും പുറത്തു പോയില്ലല്ലോ, ഇല്ലാന്ന് വിചാരിക്കുന്നു. എങ്കിലോ ഞാനിപ്പം അവരവന്റെ പരമാവധി പറഞ്ഞോളൂ, പറയാൻ പറ്റുമെങ്കിൽ. അല്ലെങ്കിൽ ആ ഫോമിൽ മെൻഷൻ ചെയ്താലും മതി. ഇവിടെ പലരും തത്പര കക്ഷികളുണ്ട്, അവര് പലരും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ തരാം. അഥവാ എനിക്കൊന്നും മേല, നിങ്ങൾ നിങ്ങളെ പണി നോക്കുന്നുള്ളവർക്ക് ദയവ് ചെയ്തിട്ട് ഈ മീറ്റിങ്ങിന് ശേഷം ഗ്രൂപ്പിൽ നിന്ന് പോവാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നുമുണ്ട്. എനിക്കൊന്നും മേല, നിങ്ങളുടെ ആശ്രമം നിങ്ങൾ കെട്ടി ഞങ്ങൾക്ക് എന്ത് വേണം എന്നൊക്കെ ചിന്തിക്കുന്നത് ഉണ്ടാവാം. ബഹുജനം പല വിധമല്ലേ. Whatever is your highest contribution can be made. ഇപ്പൊ ഞാൻ പറയുന്നുണ്ട്, വിഷമം തോന്നുന്നുണ്ട്. നമ്മുടെ അരുൺ, ദേവി മഹാത്മ്യത്തിലെ അരുൺ ഓൾറെഡി 1 ലക്ഷം രൂപ തന്നു കഴിഞ്ഞു. പിന്നെ നമ്മുടെ പ്രദീപ് 1 ലക്ഷം തന്നു, 1,01,000. പിന്നെ വൈശാഖ് 50,000 എനിക്ക് ഓർമ്മയില്ല, 50,000 തോന്നുന്നു ആദ്യത്തെ സ്നാപ്പിൽ തന്നത്. പിന്നെ അടുത്ത ഘട്ടത്തിൽ തരാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ പേര് വില്ലിംഗ് ആണെന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ജയശ്രീ അമ്മ, ഇപ്പൊ കാണിച്ച നമ്മുടെ ജയശ്രീ അമ്മ എത്രയാണമ്മ പറഞ്ഞത്? ഞാൻ 1 ലക്ഷം തരാൻ പറഞ്ഞിട്ടുണ്ട്. ആ, ജയശ്രീ 1 ലക്ഷം തരാമെന്ന് പറഞ്ഞു. അതിപ്പോ തന്നെ അവർക്ക് പൈസ റിയലൈസ് ചെയ്ത് കിട്ടണം. ഉടൻ തന്നെ അവർ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 1 ലക്ഷം ഒരാഴ്ചക്കുള്ളിൽ അയക്കും തരാമെന്ന് പറഞ്ഞു. താങ്ക് യു ശ്രീരാമജി. ഞാനും തരാൻ അതാ നമ്മുടെ റിജുല പ്രഭാത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ലക്ഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമജയം ഞാനും ഞങ്ങള് 1 ലക്ഷം രൂപ ഇപ്പൊ. ഒന്ന് സെക്കൻഡ്, ഞാൻ എഴുതിക്കോട്ടെ. റിജുല 1 പറഞ്ഞു. ഇപ്പാരാ പറഞ്ഞേ? കമലാമ്മ, മഹാലക്ഷ്മിയാണ്. 1 തന്നു. തന്നില്ല, ഞാൻ തരാം. അങ്ങനെ പലരും ഉണ്ട് ഇതില്. നിങ്ങൾക്ക് പറയാൻ മടിയുള്ളവരുണ്ടാവും. മടിയുള്ളവർ സബ്മിറ്റ് ചെയ്താൽ മതി ലിസ്റ്റിൽ എഴുതിയിട്ട്. ആ ഫോമില് ഗുരുജി അത് ചെക്ക് നമ്പർ അയക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ സാധാരണ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോ അങ്ങനെ ചെക്ക് നമ്പർ ഉപയോഗിക്കാറില്ല. അത് കുഴപ്പമില്ല. എന്താ വിഷയം എന്നറിയാമോ? ഇന്നലെ അവരെ പിച്ചച്ചട്ടി എടുത്തിരുന്ന ഒരുത്തന്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെ ഇത്ര പൈസ ഒന്ന് ഇടി ചോദിച്ച് എന്നെ കൊണ്ടുപോയി പിന്നെ ആശമാര് ഭരിക്കും. അല്ല, പക്ഷെ അത് ചെക്ക് നമ്പർ ഇല്ലാതെ ഫോം സബ്മിറ്റ് ആവുമോ? നമ്മള് ഫോം സബ്മിറ്റ് ആവുമോ? എന്തെങ്കിലും ഒരു നമ്പർ ഇട്ടാ മതി. 0 ഇട്ടാ മതി. മതിയോ? ഓക്കെ. അതിപ്പോ എമൗണ്ടിന് വേണ്ടി മാത്രം. എന്താണെന്നറിയോ, നമ്മളൊരു കോമൺ പോർഷൻ ആണ്, നമ്മുടെ ഉദ്ദേശം വലുതാണെന്നൊന്നും ഇടിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റേന്താ ടാക്സുകാരൊന്നും കണക്കാക്കില്ല. എങ്ങനെ പണം വന്നു എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊരു വിഷയമുണ്ട്. ബാങ്കിലിരിക്കുന്ന പൈസ ഞാൻ അതേപടി വിഡ്രോ ചെയ്തിട്ട് സ്ഥല ഉടമയ്ക്ക് കൊടുത്താൽ സ്ഥല ഉടമയ്ക്ക് പ്രശ്നം വരും. കാരണം സ്ഥല ഉടമകൾ ഒരിക്കലും ഫെയർ വാല്യൂക്ക് അപ്പുറത്തേക്ക് കാണിക്കില്ല. ആ സ്ഥലത്തിന് ഫെയർ വാല്യൂ ഏതാണ്ട് 10,000-11,000 ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, ഫെയർ വാല്യൂ. പക്ഷെ അവരതിന്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ അല്ലേ ചോദിക്കുന്നത്, 4 ഇരട്ടി അധികമാണ് ചോദിക്കുന്നത്. ഈ വിഷയമുണ്ട്. കാരണം ഒരു സ്ഥല കച്ചവടക്കാരും സ്ഥലം കച്ചവടം ചെയ്യുമ്പോൾ ആരും കാശ് മൊത്തം ചെക്കിലും ബാങ്കിലൂടെയും എടുക്കില്ല. കാരണം അങ്ങനെ ചെയ്താൽ അവർക്ക് ഹ്യൂജ് ആയിട്ടുള്ള ടാക്സ് അടക്കേണ്ടി വരുന്നുള്ളതാണ്. അല്ലാതെ പ്രധാന എല്ലാവരും എനിക്ക് ബാങ്കിലൂടെ തന്നാൽ ഞാൻ കഷ്ടപ്പെട്ടു പോകും. ഞാനും റെസ്പോൺസിബിൾ ആവും. എനിക്ക് എങ്ങനെ ഇത്ര പണം വന്നു എന്നുള്ള റെസ്പോൺസിബിലിറ്റി വരും.
അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഫെബ്രുവരിയിൽ ഒരു ഡേറ്റ് കണ്ടെത്തിയിട്ട് ആ ഡേറ്റിൽ പരമാവധി പേർ നേരിട്ട് തരാവുന്ന തരിക, അല്ലാത്തവർ അത് ചെക്കായിട്ടാണെങ്കിൽ നേരിട്ട് തരുമ്പോൾ കുഴപ്പമില്ല, പിന്നെ റീലാക്സ് ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ നേരിട്ട് ക്യാഷ് ആയിട്ട് തന്നാലും തിരക്കേടില്ല. കാരണം നമുക്ക് അങ്ങനെ അംബാനിക്കും അദാനിക്കും ഒന്നും ആരും ചോദിക്കില്ല. നമ്മളെ പോലെ പിച്ചക്കാരൊക്കെ പെട്ടെന്ന് ഒരു 10 രൂപ ഉണ്ടാക്കിയത് എവിടുന്നായി വന്നതെന്ന് വെച്ച് പിടിച്ചിരിക്കാൻ തുടങ്ങും. അതാണ് വിഷയം. ശ്രീരാമജയ ഗുരുജി. ശ്രീരാമജയ. ഇപ്പഴാ കറണ്ട് വന്നേ. ഞാൻ 1 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് തരാം. അവിടെ എഴുതുന്നുണ്ട് നമ്മുടെ ആരാധന മല്ലിക അഥവാ ശ്വേത. അതെ അതെ, ടീച്ചർ അതാണ് പറഞ്ഞത്. അപ്പൊ പണി കിട്ടും, ഗംഭീരമായി പണി കിട്ടും. അത് ഗുരുജി പറഞ്ഞു തന്നെയാണ്. നമ്മൾ ആ മീറ്റിംഗില് കാണുമ്പോ ക്യാഷ് ആയിട്ട് കുറെ കളക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അവർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ, അവരങ്ങനെ വാങ്ങുള്ളൂ. നമുക്ക് ആ സ്ഥലം കിട്ടാതെ. അതാണ് എന്റെ ഞാൻ ചോദിച്ചു, ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ വള്ളിക്കാവലമ്മ സത്യം ഇന്നേ വരെ ഈ ഇത്രയും ഒന്നും തുക കണ്ടിട്ട് പോലുമില്ല, ആരെയും ചിന്തിച്ചിട്ടുമില്ല. പക്ഷെ അവരൊരു ലാൻഡിന്റെ വാല്യൂ അവരാണല്ലോ പറയേണ്ടത്. ഫെയർ വാല്യൂ 10,000 11,000 കാണുള്ളൂ. ബട്ട് they will never allow us to give it in a bank transaction. They want it to be done otherwise.